ഇതാരാ ഇതിന്റെ മുകളില്? ചേട്ടാ ക്ലിയർ ഹലോ, ഇവിടെ പരിപാടി നടക്കത്തില്ല. ഇവിടെ പരിപാടി നടക്കത്തില്ല. എല്ലായിടത്തും പറയുവാ ഇവിടെ പരിപാടി നടക്കത്തില്ല. ഞാൻ ഇവിടെ ചാടി ചാവാൻ പോവുക. ചാവാനോ? ഞാൻ ഇവിടുന്ന് ചാടി ചാവും. എന്താ പ്രശ്നം? എന്താ ആ പ്രശ്നമൊക്കെ ഞാൻ ഇവിടുന്ന് ചാടി ചാവും. അതാണ് എന്റെ പ്രശ്നം. അയ്യോ ചുമ്മാരി. അതെ, എന്റെ പേരെന്താ? എന്റെയോ? അശ്വതി. അതെ, ഇത് TV പരിപാടിയാണോ ഇത്? ഏത്? അല്ല, ഇപ്പൊ ഈ കാണിക്കുന്നേ? അല്ലല്ലോ. അല്ല, ഇങ്ങനത്തെ തക്കട തെരുവുകളുടെ പരിപാടി ഞാൻ ചാടി ചാവും. വട്ടാന്ന് തോന്നുട്ടോ. ഞാനിപ്പോ ചാടി ചാവും. ഇതെന്താ ഈ കാണിക്കണേ? ഞങ്ങൾ എത്ര ദൂരത്തുനിന്ന് വന്നാ പരിപാടി ഷൂട്ടിംഗ് കാണാൻ? എന്താ ചേട്ടാ പ്രശ്നം? എന്താ അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പറഞ്ഞോളാം. ഉത്തരവാദിത്തപ്പെട്ടവരോ? ആ പറഞ്ഞോളാം. ഉത്തരവാദിത്തപ്പെട്ടവരോ? ആരാ ഉത്തരവാദിത്തപ്പെട്ടവരോ? ആരാന്ന് വെച്ച് വിളിക്ക. എടാവേ, ഞാനിപ്പോ ചാടി നീ ചാടല്ലേ? നിന്റെ പ്രശ്നം എന്താ നിന്റെ പ്രശ്നം? എടാ, ഞങ്ങൾ എത്ര കിലോമീറ്ററിൽ നിന്ന് വന്ന് നിൽക്കണ ഷൂട്ടിംഗ് കാണാനായിട്ട്. നീ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഷൂട്ടിംഗ് നടക്കണുണ്ടോ? എന്റെ പ്രശ്നം എന്താ പറ. എന്റെ പ്രശ്നം, ഞാൻ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചു ഇവിടെ ഉണ്ട്. അതിന് ഇവിടെ ഒറീസിന്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്. അതിനിപ്പോ എന്താ വേണ്ടത്? ആ പെണ്ണിന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് ചാടി ചാകും. എടാ, നീ സുന്ദരനല്ലേ? നീ പറഞ്ഞിട്ടുണ്ട് ഏത് പെണ്ണുങ്ങളാലും അനുസരിക്കണല്ലേ? അവിടെ നോക്കി എന്റെ തൊണ്ടിപ്പഴം പോലെ ഇരിക്കണ ചെറുക്കൻ. നീ ഐ ലവ് യു പറഞ്ഞോ? പിന്നെ എന്താ പ്രശ്നം? എന്താ? അല്ല, നിങ്ങൾ സുന്ദരനാഥൻ പറഞ്ഞ് പിടിച്ച് പൊക്കിയൊന്നും വേണ്ട. ആ പെണ്ണിന് എന്നെ ഇഷ്ടമൊക്കെയാ. പക്ഷെ ആ പെണ്ണിന്റെ തന്തപ്പടി സമ്മതിക്കാത്തത്. അയാളെ പേടിച്ചാവളോ പറയത്തത്. തന്തപ്പടിയോ? അവനൊക്കെ വിവരമില്ല. തോൽവി പരാജയം വെള്ളിയാഴ്ചയാണല്ലോ അങ്ങനെയൊക്കെ. ഇങ്ങനെ പോലെ സുന്ദരനായ ചെറുപ്പക്കാരൻ വന്ന് എന്റെ മക്കളോടാ പറഞ്ഞെങ്കിൽ അപ്പ ഞാൻ ചാടി കഴിച്ചാൻ കൊടുക്കും. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ട? എന്താ പ്രശ്നം? അത് എന്താ പ്രശ്നം? ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞോളാം. താഴെ ഇറങ്ങ്. ഈ ഉത്തരവാദിത്തപ്പെട്ടെന്ന് പറഞ്ഞ ആരാ? ഇവിടെ ആരാ ഉള്ളേ? അതിപ്പോ ശ്രീകണ്ഠ സാറല്ലേ? ശ്രീകണ്ഠൻ സാറെ വിളിക്ക്. സാറിന് 100 കൂട്ടം പണിയില്ല. ഇതൊക്കെ പരിഹരിക്കാൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്നാ പിന്നെ വേറെ ആരാ? വിളിക്ക്. സുരാജനെ വിളിച്ചാ മതിയോ? വിളിക്ക്, പണിയൊന്നുമില്ലേ? അല്ല, ഇതും പുള്ളിയുടെ ഒരു പണിയാണല്ലോ. ആണോ? ഞാൻ വിളിക്കാം. സുരാജേട്ടാ ഓടി വാ. അയ്യോ, ഇവിടെ ഒരാൾ ചാവാൻ നിൽക്കുന്നു. ഓടി വാ. ഹായ് നമസ്കാരം. അതെ, എന്താണ് അശ്വതി, നേരത്തെയൊക്കെ സുരാജ് ഏട്ടനെ സ്വാഗതം ചെയ്യാം, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ വെൽക്കം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വാടി വാ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു നിലയം വിലയില്ലേ? മേലോട്ട് നോക്കാതെ ചാവാൻ നിക്കാ. ആത്മഹത്യാണ്. എന്താ പരിപാടി? ഞാനിപ്പോ ഇവിടുന്ന് ചാടി ചാവും. എവിടുന്ന്? ഞാൻ ഇവിടുന്ന് ചാടി ഇപ്പൊ ആത്മഹത്യ ചെയ്യും. ഇവിടെ പ്രോഗ്രാം നടക്കുന്ന വേദിയാണ്, തമാശ കളിയല്ലത്. ഇവിടെ പ്രോഗ്രാം നടക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ചാടിച്ചാവാനൊന്നും നമ്മള് ഗ്യാപ്പൊന്നും ഇല്ലത്. അയ്യോ, നിങ്ങളുടെ പരിപാടി കണ്ടിട്ട് കാര്യമല്ലേ. ഇത് വീഴ്ച കണ്ടെങ്കിലും കരയട്ടെ. സുരാജേ, ഞങ്ങള് ഒത്തിരി ദൂരത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഇവിടെ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഷൂട്ടിംഗ് കാണും. ഞങ്ങൾക്ക് രാത്രിക്ക് വീട്ടിൽ ചെല്ലണ്ടേ? നേരത്തെ ചെല്ലണ്ടേ? ഞാൻ ഒന്ന് ശരിയാക്കി തരാം. ഹലോ, എന്താ നിങ്ങളുടെ വിഷയം? എന്താ നിങ്ങൾ എന്തിനാ ചാകാനായിട്ട് ഇങ്ങോട്ട് വന്ന്? വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? അയ്യോ, എന്റെ ചേട്ടാ, ഞാൻ ഇഷ്ടം പോലെ സ്ഥലത്ത് ചാവാനൊക്കെ പോയതാ. അതൊന്നും ചാവാൻ പറ്റില്ല. നിങ്ങൾക്കറിയാവോ, ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ചാവാൻ വരെ നോക്കിയതാ. എന്നിട്ട് അതിന്റെ ട്രെയിനിന്റെ മുമ്പിൽ ചാവാൻ നോക്കിയപ്പോൾ അതിന്റെ ഫ്രണ്ടിലെത്തി മറ്റൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ ടങ് ക്ലീനർ. ടങ് ക്ലീനർ അല്ല, ട്രാക്ക് ക്ലീനർ. മറ്റേ കോരിയെടുത്ത് കളയുന്ന ഈ സാധനം എന്നെ കോരിയെടുത്ത് നേരെ ഒരു ഇഞ്ചക്കാട്ടിലോട്ട് കൊണ്ടു ഒറ്റ ഏറെ വെച്ചു. അവിടെ പോയി കിടന്ന് കയ്യും കാലും ഒഴിഞ്ഞല്ലാതെ എനിക്കങ്ങ് ചാവാൻ പറ്റിയില്ല. എന്നിട്ടും ചത്തില്ല? ഇല്ല, എന്നിട്ടും ചത്തില്ല. എത്തങ്ങി അവിടെ നിൽക്കുവോ? എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് അവിടെ നിന്ന് വേടഞ്ഞ് പിടിച്ച് സൈഡിൽ കയറി, ട്രാക്കിന്റെ അടുത്ത് കയറി. അപ്പൊ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് സംശയം ചോദിക്കാമല്ലോ, ചാവാൻ നിൽക്കുമല്ലോ, പുള്ളിക്കാരൻ സഹായിക്കുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊന്ന് ചാവണം, എങ്ങനെയാന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറയുവാ, എടാ, ട്രെയിനിന്റെ എഞ്ചിൻ കടന്നു പോയതിന് ശേഷം ചാടിയാ മതി, അന്നേരം ചാടാ മതി. അതെ, ബോഗി ഇങ്ങനെ ഒരുപാട് വരുമല്ലോ. അതെ, അതിൽ കയറുമ്പോ തന്നെ അങ്ങ് ചത്തോളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണു അടച്ചുകൊണ്ട് വണ്ടി വരുന്ന കാത്തിരുന്ന് ട്രെയിനിന്റെ എഞ്ചിൻ അങ്ങോട്ട് കടന്നു പോവുകയും ഒരൊറ്റ ചാട്ടം, എന്നിട്ടും ചത്തില്ല. ദൈവമേ, എന്നിട്ടും ചത്തില്ല? അതെന്താ? അന്ന് എഞ്ചിൻ മാത്രമേ ഉള്ളായിരുന്നു, മറ്റേ ഗോപി വന്നില്ലായിരുന്നു. ബോഗിയല്ല, ബോബിയല്ല, സംഭവം വന്നിട്ടില്ല.